മലബാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മലപ്പുറത്തെ കോട്ടക്കുന്ന്. ഇന്ത്യയിൽ തന്നെ ആദ്യമായൊരു നഗരസഭ അമ്യൂസ്മെന്റ് പാർക്ക് തുറന്നതും ഇവിടെയാണ്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഈ പാർക്ക് അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് വർഷം 1 കഴിഞ്ഞു. വിനോദസഞ്ചാര മേഖലയിലെ പദ്ധതികൾ പാളുന്നതിനെക്കുറിച്ചുള്ള TV ന്യൂ അന്വേഷണം തുടരുന്നു. വിനോദസഞ്ചാരത്തിൻ്റെ പേരിൽ ടൂറിസം വകുപ്പ് കോടികൾ പാഴാക്കുമ്പോൾ മലപ്പുറത്തെ നഗരസഭയും വ്യത്യസ്തമല്ല. ഒരു വർഷമായി പൂട്ടിക്കിടക്കുന്ന ഈ അമ്യൂസ്മെന്റ് പാർക്ക് തന്നെ അതിനുദാഹരണം. രാജ്യത്ത് ഒരു നഗരസഭ ആരംഭിച്ച ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്ക്, അതും തദ്ദേശീയരും വിദേശീയരുമായി ഏറെ പേരെത്തുന്ന കോട്ടക്കുന്നിൽ പ്രതീക്ഷകൾ ഏറെയായിരുന്നു. 40 കോടി രൂപ വായ്പയെടുത്ത് പണിതപ്പോൾ ആവേശം കെട്ടടങ്ങി. ആകാംക്ഷാപൂർവം എത്തുന്ന കുട്ടികൾ അടഞ്ഞ വാതിലിനുള്ളിലൂടെ ഒളിഞ്ഞു നോക്കി തൃപ്തിപ്പെടുന്നു. ഇനി വലിയ മതിലുകൾക്കും വാതിലിനുമപ്പുറം കോടികൾ ചെലവഴിച്ചു കൊണ്ടുവന്ന് സ്ഥാപിച്ച പാർക്കിലെ ഉപകരണങ്ങളുടെ അവസ്ഥ കാണുക. സന്ദർശകരുടെ എണ്ണം കുറഞ്ഞു എന്ന കാരണമാണ് പാർക്ക് പൂട്ടാൻ നഗരസഭയെ പ്രേരിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ പ്രവർത്തിക്കാത്തപ്പോഴും പ്രതിമാസം 1 ലക്ഷത്തിലേറെ രൂപ നഗരസഭ ഇവിടെ ചെലവിടുന്നുണ്ട്. ഇവിടെ എത്തുന്ന ജനങ്ങൾ ഈ പാർക്ക് ഇവിടെ കാണുന്നത് പാർക്ക് പൂട്ടിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് കോടികളുടെ വരുന്ന സംഖ്യ ഗവൺമെൻറ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. ഒന്ന് കറങ്ങി നടന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ മലപ്പുറം നഗരത്തിൽ ഏറെ സ്ഥലമില്ലാത്ത അവസ്ഥയിലാണ് ഏക്കർ കണക്കിന് വരുന്ന പാർക്ക് ആർക്കും ഒന്നിനും പ്രയോജനമില്ലാതെ വെറുതെ കിടന്ന് നശിക്കുന്നത്. മലപ്പുറത്തു നിന്നും വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആമ്രയ്ക്കൊപ്പം ശ്യാം കെ വാര്യർ, TV ന്യൂ.